വെൽക്കം ടു ടെയിൽസ് അൺടോൾഡ് വിത്ത് ടിൻഡു രവീന്ദ്രൻ. കേരളത്തിലെ റോഡ് നിയമങ്ങളും കുറച്ച് അനുഭവങ്ങളും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള വിനോദ് കുമാർ സാറാണ്. നിയമമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കാൻ രസമുണ്ടാവില്ല. അയ്യോ ഇത് എൻ്റെ കുട്ടിയാണെങ്കിലോ എന്നൊരു ചിന്ത ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് വരികയാണ്. ഹെൽമെറ്റിലാണ്ട് പോയാൽ അദ്ദേഹം പിടിക്കും, ഫൈനിടും. സാർ ആദ്യം പോയി റോഡ് ശരിയാക്ക്, എന്നിട്ട് ഞങ്ങളെ പിടിക്കും. നമ്മുടെ ഇവിടെ നടക്കുന്ന ഭൂരിഭാഗം ആക്സിഡൻസും ഹസാർഡ് പെർസെപ്ഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്ന അപകടം. റോഡിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർമാരെയാണ് നമുക്കിപ്പോൾ ആവശ്യം. 3 minutes ഒരു വണ്ടി സ്റ്റേഷനറി ആയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാൽ ദ വെഹിക്കിൾ ഈസ് സെറ്റ് ടു ബി പാർക്ക്ഡ് എന്നുള്ളൊരു മീനിങ് ഉണ്ട്. വെൽക്കം വിനോദ് കുമാർ സർ. സാർ ഇപ്പോൾ ഒരു 20 വർഷത്തിൽ കൂടുതലായി സർവീസിൽ വന്നിട്ട്. അപ്പോൾ അതിന് മുന്നേയുള്ള സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഒരു ലൈഫ്, ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? ആദ്യം ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് കളമശ്ശേരിയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് എടുത്തത്. അതിനുശേഷം റെഗുലറായിട്ട് തന്നെയാണ് ബിടെക് കോഴ്സ്, അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിയായിരുന്നു. അതിനുശേഷം ഞാൻ ജോലിയായിട്ട് ബോംബെയിലേക്ക് പോയി. അതിനുശേഷമാണ് കോളേജിൽ പഠിപ്പിക്കാൻ വന്നത്. അതിനുശേഷം പാർട്ട് ടൈം ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷം പാർട്ട് ടൈമായിട്ടാണ് എംടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ കുസാറ്റിൽ നിന്ന് പാസ്സായി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ പാർട്ട് ടൈം PhD റിസർച്ച് സ്കോളറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ സാറിന് പഠനം എന്നുള്ളതൊരു ഹരവ് കൂടിയാണല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാവം ഇല്ല. നമ്മൾ ഇനിയും പഠിക്കാൻ ഒരുപാടുണ്ട്, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഏത് സമയത്താണെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ പഠനം എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് കാരണം കൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെയും ഒരു അധ്യാപകന്റെയും റോള് സാർ ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. സാറിന്റെ ഒരു നിക് നെയിം തന്നെ ക്ലാസ് എടുക്കുന്ന RTO ഓഫീസർ എന്നാണ്. അപ്പോൾ സാർ പക്ഷേ ഈ ഒരു അധ്യാപനത്തിലേക്ക് വന്നപ്പോൾ, ഒരു RTO ഓഫീസറായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം എന്താണ് സാർ മാറ്റേണ്ടി വന്നത്? അതായത് ഒരു ഭയമാണോ, അകൽച്ചയാണോ? അതായത് എല്ലാവർക്കും ഒരു ഓഫീസറിനോട് സാറിൻ്റെ യൂണിഫോം ഒക്കെ കാണുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ്, ഒരു ഭയം ഉണ്ടല്ലോ അല്ലേ? പക്ഷെ എന്നാൽ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ എടുത്താലേ ആൾക്കാർക്ക് കുറച്ചും കൂടി ഒന്ന് ഉൾക്കൊള്ളത്തുള്ളൂ. എന്തായിരുന്നു അതിലൊരു ചാലഞ്ച്? അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റോഡ് നിയമങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിയമമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കാൻ രസമുണ്ടാവില്ല. നിയമത്തിലെല്ലാം പറയുന്നത് അരുതെന്നാണ്. ഇപ്പോൾ നോ പേഴ്സൺ ഷാൽ ഡ്രൈവ് എന്നുള്ള രീതിയിലായിരിക്കും തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ പറയുന്നതിലും നല്ലത് ചില നറേഷനിലൂടെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറിയ കഥകളുടെ രൂപത്തിലൊക്കെ ആക്കി അങ്ങനെ പറയുമ്പോൾ അവർ കൂടുതൽ ആ ഒരു അട്രാക്ഷൻ അതിനകത്തേക്ക് വരുന്നു, അവർ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അവരെ പേടിപ്പിക്കുന്ന രീതിയിലല്ല ക്ലാസ് എടുക്കുന്നത്. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു നർമ്മം കലർത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ക്ലാസ് എടുക്കലായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് സാറിൻ്റെ പിന്നെ ഒരു കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ, അതായത് റിയൽ ഇൻസിഡൻസ് നമ്മുടെ മുമ്പിൽ അവർ കാണുമ്പോൾ അയ്യോ അത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ, അതാണ് സംഭവമല്ലേ, ഇതാണ് പ്രശ്നമല്ലേ എന്നവർ സ്വയം മനസ്സിലാക്കുകയാണ്. അതാണ് ഈ വീഡിയോ പ്രസൻറ്റേഷനിലൂടെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു വീഡിയോ ഉണ്ട്. ഒരു ഡാഷ് ക്യാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നുള്ളതായിരുന്നു സാർ തുടങ്ങിയത്. പക്ഷേ എന്നിട്ട് നമ്മളെല്ലാം സാറ് പറയുന്നത് പോലെ കേട്ടു. പക്ഷേ സാർ എന്നിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്തു. ഒത്തിരി കാലം കാത്തിരുന്ന ഒരു കുട്ടി ഉണ്ടായ ഒരു ഫാദർ കാർ റിവേഴ്സ് എടുത്തപ്പോൾ കുട്ടി പുറകെ വന്നതും, അത് കുറച്ചു നേരം അതിൻ്റെ ആ ഒരു ഡെപ്തിൽ നമ്മൾ ഒത്തിരി ഇമോഷണലായിട്ട് പോയി. പക്ഷെ സാർ ആ വീഡിയോ കാണിച്ചപ്പോൾ കൺവേ ചെയ്ത മെസ്സേജ് സാർ പറഞ്ഞ പോലെ ഭയങ്കര ഇരട്ടിയായിരുന്നു. അപ്പോൾ എപ്പോഴും അങ്ങനത്തെ വീഡിയോ മെസ്സേജസ് ആയിരിക്കും എപ്പോഴും റിസൾട്ട് തരിക അല്ലേ സാർ? എപ്പോഴും നമ്മൾ ഒരു പ്രസൻറ്റേഷനിൽ ഒരു ഗ്രാഫിക്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഏറ്റവും നല്ലതെന്ന് തന്നെ. കാരണം അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിക്കുകയാണെങ്കിൽ അത് അവർക്ക് അവരുടെ മനസ്സിലത് ക്യാച്ച് ചെയ്യും. അതാണ് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് കാണുന്നത്. ഇവിടെ തന്നെ ആ ഒരു കുട്ടി മരിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ വ്യക്തമാക്കുന്നത് ഒരു വീഡിയോ പ്രസൻറ്റേഷനിലൂടെയാണ്. അയ്യോ ഇത് എൻ്റെ കുട്ടിയാണെങ്കിലോ എന്നൊരു ചിന്ത ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അവർ ഈ ഡാഷ് ക്യാം ആണെങ്കിലും റിവേഴ്സ് ക്യാം ആണെങ്കിലും അതൊരു സേഫ്റ്റി ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.
സർ, ഇനി ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്? ഇപ്പോൾ 1-2 കാര്യങ്ങളായിരിക്കും പൊതുജനങ്ങളായിട്ടുള്ള നമ്മൾ കാണുന്നത്. ലൈസൻസ് ചെക്ക് ചെയ്യുന്നു, ഹെൽമെറ്റ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. എന്തൊക്കെയായിരിക്കും പക്ഷേ റെസ്പോൺസിബിലിറ്റീസ്? അതായത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നോർമലി ഒരു പബ്ലിക് ആരാണെങ്കിലും വഴിയിൽ പോകുന്ന ഒരാളുടെ മനസ്സിൽ ഞങ്ങളെ പിടിക്കാനുള്ളൊരു ഓഫീസർ എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും വരുന്നത് തന്നെ. ഹെൽമെറ്റിലാണ്ട് പോയാൽ അദ്ദേഹം പിടിക്കും, ഫൈനിടും എന്നുള്ളതാണ് ചിന്ത വരുന്നത്. പക്ഷേ അത് കൂടാതെ ഒരുപാട് ജോലികൾ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും RTO ഓഫീസർമാർക്കും ഉണ്ട്. പ്രധാനമായിട്ടും വണ്ടികളുടെ ഫിറ്റ്നസ് നോക്കുക, രജിസ്ട്രേഷൻ നോക്കുക, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുക, ഇതൊക്കെ ഓഫീസുകളിൽ വരുന്ന ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അതല്ലാതെ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ചെയ്യാനുണ്ട്. അതായത് എവിടെയെങ്കിലും ഒരു റോഡിൽ ഒരു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഏജൻസിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കുണ്ട്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സിനുള്ള പോലെ തന്നെ പോലീസിൻ്റെ ഡ്യൂട്ടി ഒരുപാടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും ഇത് പറയുന്ന ഡ്യൂട്ടികളൊക്കെ ഉണ്ട്. ഈ റോഡ് മോശമാകുമ്പോഴത്തേക്ക് ആൾക്കാർ ഒത്തിരി പേര് കുറ്റം പറയാൻ നമുക്ക് എപ്പോഴും ഭയങ്കര എളുപ്പമാണ്. 2 മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാറിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പലപ്പോഴും ചെക്കിങ്ങിൽ ഞങ്ങൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുമ്പോൾ സാർ ആദ്യം പോയി റോഡ് ശരിയാക്ക്, എന്നിട്ട് ഞങ്ങളെ പിടിക്കുക എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളെയും കാണാറുണ്ട്. പക്ഷെ നമ്മൾ അവരോട് കാമാൻ ക്വയറ്റായിട്ട് നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ റോഡിൻ്റെ ഒരു മോശം അവസ്ഥ കണ്ടാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവറായി മാറണം. അതായത് ഫിസിക്കലി നമ്മൾ റോഡിൽ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാനായിട്ട്. അതിന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ഹസാർഡ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ അതിനത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ പല വിദേശ രാജ്യങ്ങളിലും ഹസാർഡ് പെർസെപ്ഷന് ടെസ്റ്റ് വരെ ഉണ്ട്. ഈവൻ ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് പോകുന്ന ഒരാൾക്ക് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് പാസ്സാവണം. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ നമ്മുടെ വണ്ടി പോകുന്ന റോഡിൽ നമ്മൾ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉള്ളത്, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ ഇന്ന കാര്യത്തിന് കൊടുക്കും. അപ്പോൾ ഒരു റോഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ റോഡിൽ ഒരു കുട്ടി നടന്നു പോകുന്നുണ്ട്, അപ്പുറം ഒരു പട്ടി നടന്നിങ്ങനെ വരുന്നുണ്ട്, പിന്നെ ഒരു വണ്ടി നിൽക്കുന്നു, ഒരു ബൈക്ക് നിൽക്കുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുകയാണ്. അതിനകത്ത് ഞാൻ ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏത് ഹസാർഡാണ് നമ്മുടെ വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കും. എന്നിട്ട് അതിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സമ്പ്രദായത്തിൽ ഈ ഹസാർഡസ് പെർസെപ്ഷൻ ടെസ്റ്റ് കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലെ ഒരു സിറ്റുവേഷനിലൂടെ വണ്ടി പോകുന്നതായിട്ട് സ്ക്രീനിൽ കാണുന്നു. ആ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ വണ്ടിക്ക് പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്നൊരു വണ്ടിക്ക് തടസ്സമുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ബട്ടൺ അമർത്തണം, ബ്രേക്ക് ഇടണ പോലെ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ ഹസാർഡ് പെർസെപ്ഷൻ നമ്മൾ കണ്ടു, അടുത്ത ഹസാർഡ് പെർസെപ്ഷൻ വീണ്ടും കണ്ടു. അങ്ങനെ അതൊരു 100 മാർക്കിൽ എത്ര മാർക്ക് കിട്ടിയാൽ ഒരാൾ പാസ്സാവും എന്നുള്ളതും കൂടി നോക്കിയിട്ട് വേണം അയാൾ ആക്ച്വൽ ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിലേക്ക് ഒരു കാര്യം വരാൻ പോകുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഇവിടെ നടക്കുന്ന ഭൂരിഭാഗം ആക്സിഡൻസും ഹസാർഡ് പെർസെപ്ഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്ന അപകടമാണ്. ഒരു പെഡസ്ട്രിയൻ നിൽക്കുന്നു, ആ പെഡസ്ട്രിയൻ റോഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു ഡ്രൈവറാണെങ്കിൽ അപ്പോൾ തന്നെ ആക്സിലേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് കാല് മാറും, അല്ലേ? അതാണ് ഹസാർഡ് പെർസെപ്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ സാർ പറഞ്ഞു വരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇനിയും കഠിനമായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു മെസ്സേജ് ആണോ? അല്ല, ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു പഴയകാല കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അയാൾക്ക് ലൈസൻസ് കിട്ടാവുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. മെക്കാനിക്കൽ ഡ്രൈവിംഗ് എന്ന് പറയുന്ന എല്ലാ ഗിയറും മാറി വണ്ടി നേരെ ഓടിക്കുന്നു. അതാണ് റോഡിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർമാരെയാണ് നമുക്കിപ്പോൾ ആവശ്യം. കാരണം വണ്ടികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ 1,92,00,000-ലധികം വണ്ടികൾ കഴിഞ്ഞു കേരളത്തിൽ വാഹന വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായും വണ്ടികളുടെ തിരക്ക് റോഡിൽ അനുഭവപ്പെടും. അപ്പോൾ അവിടെ റോഡ് റെഗുലേഷൻസ് അറിയാത്ത ഡ്രൈവർമാർ ഓടിച്ച് നടക്കുന്ന പോലെ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്നു, ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ വലിയൊരു ആക്സിഡൻറ്റിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയാണ് ശരിക്കും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി മെത്തേഡ് തന്നെ അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ നല്ല ഡ്രൈവർമാരെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പുതുതായി വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിനോട് സാറിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പുതുതായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ പ്രധാനമായിട്ടും ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. ഒന്ന്, ഹസാർഡ് പെർസെപ്ഷൻ. 2, റോഡ് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വാഹനം ഓടിക്കുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാനന്ന് പറഞ്ഞിരുന്നു ഒരു വണ്ടി പാർക്ക് ചെയ്തതിനെ പറ്റി, അല്ലേ? ആ വാഹനം ഒരു ഹൈവേയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടൊരു കാര്യമാണ്.
ഒരു വ്യക്തി, ഒരു മാന്യനാണ് അദ്ദേഹം, ഒരു കാർ ഓടിച്ച് ഹൈവേയിൽ തന്നെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ദൂരം ഞങ്ങൾ മാറി നിന്ന് വീക്ഷിക്കുകയാണ്. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫോൺ കണ്ടിന്യൂ ചെയ്യുന്നു, റോഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയുമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്, സാർ ഇത് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, ഹൈവേ ആണ് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ, സമയം ഞാൻ വണ്ടിയിലകത്ത് ഇരിക്കല്ലേ, പിന്നെ എങ്ങനെ സാർ പാർക്ക് ചെയ്യാൻ എന്ന് പറയുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും വണ്ടി വെയിറ്റ് ചെയ്താൽ എനിക്ക് ഫൈൻ ഉണ്ടായിട്ട് വരും എന്ന് പറഞ്ഞു. വാങ്ങി സാർ ഒന്ന് ഫൈൻ ഇട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി. അപ്പോൾ ഞാൻ റോഡ് റെഗുലേഷൻസിൻ്റെ ഈ PDF മൊബൈലിൽ നിന്ന് എടുത്തിട്ട് പാർക്കിങ്ങിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് 3 മിനിറ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. 3 മിനിറ്റ്സ് ഒരു വണ്ടി സ്റ്റേഷനറി ആയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാൽ ദ വെഹിക്കിൾ ഈസ് സെറ്റ് ടു ബി പാർക്ക്ഡ് എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അത് അറിയില്ല സാറേ, ഞാനിത് ആദ്യമായിട്ടാണ് കണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ റെഗുലേഷൻസ് മനസ്സിലാക്കാതെ വാഹനം ഓടിക്കുന്നത് തെറ്റാണ്. അപ്പോൾ റെഗുലേഷൻസ് മനസ്സിലാക്കേണ്ടത് അത് വളരെ അത്യാവശ്യമാണ്. പുതിയ തലമുറയോട്, വാഹനം ഓടിക്കുന്ന ആളുകളോട് റോഡ് റെഗുലേഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഹസാർഡ് പെർസെപ്ഷൻ രീതിയിൽ വാഹനം ഓടിക്കുക എന്നുള്ളതും. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ സർ, ഈ ഹസാർഡ് പെർസെപ്ഷനും? തീർച്ചയായും. ഇപ്പോൾ UK നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് പാസ്സാവാതെ ഒരാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കില്ല. ആ രീതിയിലാണ് അവിടുത്തെ ടെസ്റ്റ് പോകുന്നത്. ഹസാർഡ് പെർസെപ്ഷൻ മാത്രമല്ല, അവിടെ വേറൊരു പങ്ക്തിയുണ്ട്. അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുന്നൊരു സംഭവമാണ് ഷോ മീ ടെൽ മീ എന്ന് പറയുന്നത്. ഈ ഷോ മീ ടെൽ മീ എന്ന് പറയുന്നത് തന്നെ കാണിക്കൂ പറയൂ എന്നാണ് മലയാളം. ഒന്നുമില്ല, അവിടെ കിടക്കുന്ന ഒരു വണ്ടി, ഒരു കാൻഡിഡേറ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുമ്പോൾ അവിടെ കിടക്കുന്ന വണ്ടിയുടെ ബോണറ്റ് ഒന്ന് പൊക്കിയിട്ട് എഞ്ചിൻ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് പറയാമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ബോണറ്റ് പൊക്കാൻ പോയിട്ട് ഡോറ് പോലും തുറക്കാൻ അറിയാൻ പാടില്ലാത്ത ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ വരെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് വണ്ടിയെ ഒന്ന് ഫെമിലറൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഷോ മീ ടെൽ മീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സും അറിയില്ലെങ്കിൽ നമ്മൾ വണ്ടി കയറിയിരുന്ന എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലും അറിയില്ല. സ്വിച്ച് എവിടെയെന്ന് വരെ നോക്കി ഇരിക്കും അല്ലേ. വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്കി കൺട്രോൾ മെക്കാനിസംസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലും നമുക്കറിയില്ലാത്ത അവസ്ഥ വരുന്നത്. സാധാരണ കോമൺ ഒരു മെക്കാനിക്കൽ ഡ്രൈവിംഗ് അല്ല ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള പുതിയ വാഹനങ്ങളിൽ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി മെക്കാനിക്കൽ ലിങ്കേജസ് വഴി വർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ പലതും IC എൻജിൻസൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പിന്നീട് വന്നു കഴിഞ്ഞ് മെക്കാട്രോണിക്സിലേക്ക് കയറി, മെക്കാനിക്കൽ പ്ലസ് ഇലക്ട്രോണിക്സ് ആയി. അതിനുശേഷം വരുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തു. അതായത് ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വന്നു കഴിഞ്ഞു. അതിനുശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പോയി. നമ്മളൊരു വണ്ടിയിൽ കയറിയെന്ന് വെച്ച് നേരെ പറയുകയാണ് ഓപ്പൺ ദ സൺ റൂഫ് എന്ന് പറയുമ്പോൾ തന്നെ മുകളിലെ സൺ റൂഫ് തുറക്കുക അല്ലേ. അതുപോലെ തന്നെ AC ഓൺ എന്ന് പറയുമ്പോൾ AC ഓൺ ആവുകയാണ് കണ്ടോ. അപ്പോൾ ഇതെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് വണ്ടികളുടെ ഫീച്ചേഴ്സും പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.